കുട്ടികളിൽ ഉണ്ടാകുന്ന പഠന പ്രശ്നങ്ങൾ കൗൺസിലിങ്ങിലൂടെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ളതാണ് ഒരു പാരന്റ് എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഒറ്റ വാക്കിൽ പറയാന്നുണ്ടെങ്കിൽ യെസ് എന്നുള്ളത് തന്നെയാണ്. ഈ കുട്ടി പഠനത്തിൽ നിന്ന് പിറകോട്ടേക്ക് വരുന്നതിൻ്റെ അർത്ഥം ആ കുട്ടിയുടെ ബുദ്ധി ഇല്ല എന്നുള്ളതല്ല, അല്ലെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടത്ര രീതിയിൽ ഒരു ഐക്യു ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല, അല്ലെ? പലർക്കും ഐക്യു ഉണ്ടായിട്ട് പോലും പഠനത്തിലോട്ടേക്ക് വരുന്ന സമയത്തേക്ക് വളരെ മോശമായ ഒരു അവസ്ഥയിൽ പഠന നിലവാരം നമ്മൾ കാണാറുണ്ട്. അപ്പം ഒരു കുട്ടി പഠനത്തിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പിറകോട്ട് കാണുന്ന സമയത്ത് തന്നെ പലവരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടിക്ക് വേണ്ടത്ര ബുദ്ധി ഇല്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ കുട്ടിക്ക് വേണ്ടത്ര മെമ്മറീസ് ഇല്ല, ഒരു മെമ്മറി പവർ കുറവാണ്, അങ്ങനെയൊക്കെ പല രീതിയിലാണ് ഇതിനെ നിർവചിക്കപ്പെടുന്നതും. അതിനുശേഷം പിന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ളൊരു ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ ആ കുട്ടി അങ്ങനെ തന്നെ മാറ്റി നിർത്തുന്നു എന്നുള്ളതാണ്. പിന്നെ കുട്ടി അങ്ങനെ ആ ലെവലിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് സത്യം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു കൗൺസിലിംഗിലോട്ടേക്ക് വരുന്ന സമയത്ത് കുട്ടിയെ നമ്മൾക്ക് വന്നു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു കുട്ടി നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കുട്ടിക്ക് കൃത്യമായിട്ടുള്ള ഒരു പഠനം നടത്തും. അതിനുള്ള സ്പെഷ്യൽ അസസ്മെന്റ് ടൂൾസ് ഒക്കെ ഉണ്ട്. ആ ടൂളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കുട്ടിയുടെ റിയൽ പ്രോബ്ലം എന്താണ്, എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് പഠനത്തിൽ വേണ്ടത്ര മികവ് കാണിക്കാൻ പറ്റാത്തത്, എന്താണ് ഈ കുട്ടി റിയൽ ആയിട്ട് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്ലാനുകൾ കൊടുത്തുകൊണ്ട് കുട്ടിയെ നമുക്ക് ഗ്രാജുവലി പഠന നിലവാരങ്ങൾ മെച്ചപ്പെടുത്തി കൊണ്ടുവരുത്താൻ പറ്റും എന്നുള്ളതാണ് സത്യം. ഒരു പക്ഷേ നമുക്ക് മനസ്സിലാവാണ് ഇതിന് നമുക്ക് ഒരു ഫിസിഷ്യന്റെ ആവശ്യകത ഉണ്ടെങ്കിൽ നമ്മൾ അത് റെഫറൻസ് ഫിസിഷ്യന് കൊടുക്കും, അല്ലെങ്കിൽ വേറെ ഒരു ലെവലിലോട്ടേക്ക് പോകണം, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അതുപോലത്തെ കാര്യങ്ങളിലോട്ടേക്ക് പോകേണ്ട കുട്ടിയാണെങ്കിൽ അത്തരത്തിലുള്ള റെഫറൻസ് കൊടുക്കുന്നതാണ്. പലപ്പോഴും നമ്മുടെ ട്രീറ്റ്മെന്റിലോട്ടേക്ക് നമുക്കൊരു സപ്പോർട്ടീവ് എൻവയോൺമെന്റ് നമുക്ക് നിർബന്ധമാണ് കുട്ടിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ. അപ്പൊ നമ്മളുടെ പാരന്റ്സിന്റെ സഹായം ആവശ്യമാണ്, ടീച്ചേഴ്സിന്റെ സഹായം ആവശ്യമാണ്. ഇവരെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടായിരിക്കും ഒരു എൻവയോൺമെന്റ്, നമ്മളൊരു സപ്പോർട്ടീവ് എൻവയോൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. ചില കുട്ടികൾക്ക് ADHD ഉള്ളത് കൊണ്ടും അതുപോലെ തന്നെ ആങ്സൈറ്റി, സ്ട്രെസ്, ലോ സെൽഫ് എസ്റ്റീം, അതുപോലെ തന്നെ ഫാമിലി സ്ട്രെസ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല പ്രശ്നങ്ങൾ കൊണ്ടും കുട്ടികളിൽ പഠനത്തിന്റെ നിലവാരം കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ പഠനത്തിലേക്ക് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതെ വരുന്നുണ്ട്. അല്ലാതെ ഒരു IQ പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് മാത്രമല്ല. പിന്നെ പലപ്പോഴും നമ്മളിലോട്ടേക്ക് വരുന്നവരെ നമ്മൾ 1-2 തവണ അസസ്മെന്റ് ഒക്കെ ചെയ്ത് കൃത്യമായി എടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ IQ ടെസ്റ്റും കൂടെ ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ട്. IQ ടെസ്റ്റും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്കതിന് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പ്ലാനിങ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയൊക്കെ സാധിക്കും. ഏത് ടൂൾ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള മെത്തേഡാണ് ഈ കുട്ടിക്ക് നന്നാവുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് അഡ്വൈസ് കൊടുക്കാം, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നമുക്ക് പ്രോഗ്രാം ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ആ കുട്ടിയെ നമുക്ക് നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. 8ാം ക്ലാസ്സിലെ കുട്ടിക്ക് നമുക്ക് ഇപ്പം ബേസിക് അറിയില്ലെങ്കിൽ ബേസിക് തന്നെ പഠിപ്പിച്ചു തുടങ്ങണം, അല്ലേ? അതിനപ്പുറത്തേക്ക് നമ്മൾ വീണ്ടും പഠിപ്പിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങളുടെ സ്വന്തം ഇബ്രാഹിം മജീദ്, കൗൺസിലർ ആൻഡ് സൈക്കോതെറാപ്പിസ്റ്റ്.